ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ്. അതിൽ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ 10th തേർഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐസിനെ പറ്റി, നമ്മുടെ സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ബിഹൈൻഡ് ദ സെൻസേഷൻ എന്നാണ്. സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഐ, ഇയർ, നോസ്, ടങ്ക്, സ്കിന്ന് ഒക്കെ എന്താണ്, ഒരു സെൻസ് ഓർഗനിൽ പെടുന്നതാണ്. ഈ സെൻസ് ഓർഗൻസിലൊക്കെ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് വല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സെൽസ് കൊണ്ടും നെർവ് എൻഡിങ് കൊണ്ടുമാണ് ഈ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സെൻസറി റിസപ്റ്റേഴ്സിന് എന്തിനെ പറ്റും, നമ്മുടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു, അപ്പോൾ അതിൻ്റെ സ്റ്റിമുലൈസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് വേണ്ട ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇന്ന സാധനം കണ്ടെന്ന് എത്തിക്കണ്ടേ. അപ്പോൾ റെസ്പോണ്ട് ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സെൻസറി റിസപ്റ്റേഴ്സിനുണ്ട്. അപ്പോൾ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നത് കുറേ ന്യൂറോൺസസ് നെർവ് ഇമ്പൾസിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഐസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഐസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യണത്? വിഷൻ കാണാനാണ് നമ്മൾ യൂസ് ചെയ്യണത്. രണ്ട് ഐസസും ഐ സോക്കറ്റിൻ്റെ ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഐ സോക്കറ്റിൽ എവിടെ കാണുന്നത്? ഐ മസിൽസ്, നമ്മുടെ സ്കള്ളിൽ ഐ മസിൽസിൽ ഉള്ളിലേക്ക് ഇതായിട്ടാണ് ഐ സോക്കറ്റ് ഇരിക്കുന്നത്. ഈ ഐ സോക്കറ്റിന് പുറമേ നമ്മൾ ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഐലിഡ്സസും ഐലാഷസും ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെയാണ് ടിയേഴ്സ് എന്ന് പറയുന്നത്. ടിയറിൽ ലൈസോസോമും ഉണ്ട്, കൺജക്റ്റൈവ ഉണ്ട്. ലൈസോസോംസിൽ ടിയേഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്രിമൽ ഗ്ലാൻസസ് ആണ്. ആ ഗ്ലാൻസസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഐസിൻ്റെ സർഫേസിനെ എപ്പോഴും മോയ്സ്റ്റായിട്ട് കീപ്പ് ചെയ്യാനും നമ്മുടെ കണ്ണുകൾക്ക് ന്യൂട്രിയൻസ് കൊടുക്കാനും പിന്നെ നമ്മുടെ കണ്ണുകളിൽ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുള്ള വേസ്റ്റോ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ ഈ എൻസൈമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ ലൈസോസോം ഇൻഫെക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. പിന്നെ കൺജക്റ്റീവയുടെ കേസ് പറയുകയാണെങ്കിൽ, നമ്മുടെ കോർണിയ ഒഴികെ ബാക്കി എല്ലാ റീജിയനെയും കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൺജക്റ്റീവയാണ്. അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്റ്റായിട്ട് കീപ്പ് ചെയ്യാനും ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ലൂബ്രിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡസ്റ്റിനെയും ജേംസിൻ്റെ എൻട്രിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുമാണ് ഈ കൺജക്റ്റീവ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഐ സോക്കറ്റ്. ഐ സോക്കറ്റ് എവിടെ കാണുന്നത്? ഐ മസിൽസിലാണ് കാണുന്നത്. നമ്മുടെ കണ്ണിൽ ഉള്ള കണ്ണുനീര് ടിയേഴ്സിൽ ലൈസോസോമും കൺജക്റ്റൈവയും ഉണ്ട്. ഈ ലൈസോസോം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്നാണ്. നമ്മുടെ കണ്ണിനെ മോയ്സ്റ്റായിട്ട് കീപ്പ് ചെയ്യാനും അതുപോലെ ന്യൂട്രിയൻസ് കൊടുക്കാനും നമ്മുടെ കണ്ണിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യാനൊക്കെ. നമ്മളിപ്പോൾ കണ്ണ് കരഞ്ഞുമ്പോൾ മാത്രമല്ല, കണ്ണിൽ പൊടി പോയാലും കണ്ണുനീര് വരുന്നുണ്ട്. പിന്നെ അതുപോലെ കൺജക്റ്റീവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ കണ്ണിൻ്റെ ആൻറ്റീരിയർ പോർഷനെ ഫുള്ളായിട്ട് കവർ ചെയ്തത് കൺജക്റ്റീവയാണ്. പിന്നെ ഐലിഡ്സസും ഐലാഷസും അതിൻ്റെ പുറമെ വേറെ ഉണ്ട്. അത് കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ലൂബ്രിക്കേറ്റ് ചെയ്ത് വെക്കാനും നമ്മുടെ കണ്ണുകളിലേക്ക് ഡസ്റ്റും ജേംസസും ഒന്നും എൻ്റർ ചെയ്യാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.